ഹായ് ഫ്രണ്ട്സ്, എനിക്കെന്നും രാവിലെ എഴുന്നേറ്റാൽ കിട്ടുന്ന ഒരു മെസ്സേജാണ്. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ തന്നെ മുന്നേ വരുന്ന ഒരു മെസ്സേജാണ്. ബാസിലെ കാല് രാവിലെ നീക്കുമ്പോൾ വയ്യ, നല്ല വേദനയാണ്. ഞാനിത് നിന്നോട് പറയണം കരുതണാണ്. ഇന്നലെ കണ്ട സമയത്ത് നിന്നോട് പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ കഴിഞ്ഞില്ല, ഓർമ്മ കിട്ടിയില്ല. അപ്പോഴേക്കും അതങ്ങ് ശരിയാവും. രാവിലെ ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് ഇതിങ്ങനെ നടന്ന് ശരിയാവണവരെ നല്ല വേദനയാണ്. ഇനി ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് എണീറ്റാലും ഉണ്ട്, പക്ഷേ രാവിലത്തെ അത്ര വേദന ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതേ രൂപത്തിൽ രാവിലെ എണീക്കുമ്പോൾ വേദന. ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസം. പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലൊക്കെ ഓടാനാണെങ്കിൽ കിട്ടില്ല, കുറച്ച് സ്റ്റെപ്പ് നിൽക്കാൻ പ്രയാസം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ടോക്കണൊക്കെ എടുത്ത് വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ കുറച്ച് നേരം ടോക്കൺ വെയിറ്റ് ചെയ്തിട്ട് കാണാൻ നേരമുള്ള ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അവരിങ്ങനെ ഞൊണ്ടി നടന്നു വരും. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഡോക്ടർ ഇത് കുറച്ച് നേരം ഉണ്ടാവും പിന്നെ ശരിയാവും എന്ന് പറയുന്ന ഇത്തരത്തിൽ ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാവുന്ന, കാല് നടക്കാൻ ചെറിയ മുടന്തലുണ്ടാവുന്ന തരത്തിൽ ഉപ്പൂറ്റിയിൽ വേദന വരുന്ന രോഗങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഉപ്പൂറ്റി വേദന വളരെ സ്വാഭാവിക, പല കാരണങ്ങൾ കൊണ്ട് വരും. ഒന്ന്, ഉപ്പൂറ്റി എവിടെയെങ്കിലും കുത്തിയിട്ട് വീഴുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പില്ലാതെ അവിടേക്ക് കുത്തുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ മുതൽ സാധാരണ നമ്മളുടെ നിത്യജീവിതത്തിൽ ചെറിയ കാല് തട്ടലോ മടങ്ങലോ ഒക്കെ ആകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഉപ്പൂറ്റി വേദന സ്വാഭാവിക. എന്നാൽ ഇങ്ങനെയൊന്നുമില്ലാതെ സ്ഥിരമായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന, അതുപോലെ തന്നെ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ ശരിയാവുക, ഒരല്പം ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ വേദന ഉണ്ടാവുക, ഇത്തരത്തിൽ ഉപ്പൂറ്റി വേദന അനുഭവിക്കുന്നവർക്ക് എന്താണ് ഉപ്പൂറ്റി വേദന, എന്തുകൊണ്ടൊക്കെയാണ് അത് വരുന്നത്, എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പലരും ആ വേദന വരുമ്പോൾ ആദ്യം കരുതുന്നത് ഇന്നലെ ഇപ്പോൾ ഇത് കുറച്ച് നടന്നിരുന്നു അതുകൊണ്ടാവും എന്നായിരിക്കും. ശരിയായിരിക്കാം, അമിതമായിട്ട് നടന്നാൽ അങ്ങനെ സംഭവിച്ചേക്കാം, പക്ഷേ അതെന്നും ഉണ്ടാവില്ല. എന്നാൽ യൂറിക് ആസിഡ് ആണ് എന്നുള്ളത് അവർ സംശയിക്കും. അപ്പോൾ ചിലപ്പോൾ യൂറിക് ആസിഡ് ഉണ്ടാവും, കുറച്ച് ബോർഡർ ആയിരിക്കും, അതാണെന്ന് കരുതി അതിന് മരുന്ന് കുടിച്ചാലും മാറില്ല. അപ്പോഴാണ് ഇതെന്തോ പ്രശ്നമാണ് എന്ന് കരുതുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരും. ഒന്നാമത്തെ കാരണം എല്ല് വളർച്ച എന്ന് പറയും. എല്ല് തേയ്മാനം എന്നുള്ളത് ഇന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും കേട്ടിരിക്കും. എല്ല് വളർച്ചയും ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലിങ്ങനെ നീണ്ട് വളരുകയാണോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ച് നമ്മളെടുത്ത് വരാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത് ഇത് പ്ലാന്റാർ ഫേഷ്യായിറ്റിസ് എന്ന് പറഞ്ഞിട്ട് കാലിലുള്ള ചെറിയ ഫേഷ്യ, അവിടെ കുഷ്യൻ നൽകുന്ന ചെറിയ കൊഴുപ്പിൻ്റെ ഒരു പാടുണ്ട്, ആ പാടയിൽ നീർക്കെട്ടുന്നത് കൊണ്ട് വരുന്നുണ്ട്. മൂന്നാമത് വരുന്നത് നമ്മളുടെ കാലിലെ മസിലിൻ്റെ ആ ഒരു വലിവ് കാരണം കൊണ്ടും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറയണമെങ്കിൽ കാലിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ കാലിൻ്റെ ഉപ്പൂറ്റി എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് ശരീരത്തിൻ്റെ വെയിറ്റൊക്കെ വരുന്നത്. നിങ്ങളൊന്ന് എണീറ്റ് നോക്കൂ, കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്കായിരിക്കും കൂടുതൽ വെയിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ആ ചെരുപ്പൊക്കെ എടുക്കുമ്പോൾ ആ ഭാഗം കൂടുതൽ തേയുന്നത്. നിങ്ങളൊരു ചെരുപ്പെടുത്ത് എവിടെ തേയുക? ഏറ്റവും കൂടുതൽ നെരിയാണിൻ്റെ താഴെ ഉപ്പൂറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്താണ് കൂടുതലായിട്ട് തേയുന്നത്. അവിടേക്കാണ് വെയിറ്റ് കൂടുതൽ വരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിന് വെയിറ്റ് കൂടിയാൽ അവിടെയാണ് പ്രശ്നം വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വേദന വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഷ്യൻ ഉണ്ട്. ആ കുഷ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസിൽ അതിൻ്റെ മുമ്പ് ചെറിയ രൂപത്തിൽ ഒരു പാട, ഒരു കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മസിലിനെ അവിടേക്ക് കൊണ്ടുവരുന്ന ഫേഷ്യ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ സംഗതിൻ്റെ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹാർഡായിട്ടുള്ളതിനൊന്നും വേദന ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോഫ്റ്റ് കുഷ്യൻ വെക്കണം. എന്തിനാ? ഇരുന്ന ഒന്നാകെ അങ്ങോട്ട് തട്ടി ഓരം വരാതെ പ്രയാസമില്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. ഇതേപോലെ നടക്കുമ്പോഴും എണീക്കുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും ചാടുമ്പോഴൊക്കെ അവിടെ പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഷ്യനാണ്. ഈ കുഷ്യനിൽ അമിതമായിട്ട് ഉപയോഗം വരുമ്പോൾ വെയിറ്റ് കൂടിയ ആളുകൾ, അതല്ലെങ്കിൽ നല്ല ഡാൻസർമാർ അവിടെ ഇട്ട് ഇങ്ങനെ കുത്തല്ലേ ചെയ്യുക, അതല്ലെങ്കിൽ കൂടുതലായിട്ട് കാല് ഉപയോഗിക്കേണ്ട ജോലികൾ ചെയ്യുമ്പോൾ അങ്ങനെ ചവിട്ടി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ട ആളുകൾ, കുറേ നേരം നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ ആ കുഷ്യൻ എന്താവും, കുറേ ഇങ്ങനെ എക്സേഷൻ കൂടുതൽ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ വലിഞ്ഞു നിൽക്കും. ഇത്തരത്തിൽ വലിഞ്ഞു നിൽക്കുന്ന കാരണത്താലാണ് വേദന ഉണ്ടാവുക. ഇത് രാത്രിയാണ് കൂടുതൽ വലിയ. ഇത്രയൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് രാത്രി റെസ്റ്റ് കിട്ടുമ്പോൾ വലിയും. പിന്നെ നമ്മൾ നടക്കുമ്പോൾ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഇത് കുറച്ച് നേരം ഇരുന്നാൽ കുറച്ചേ വലിയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് എണീറ്റ് നടക്കുമ്പോൾ, പള്ളിയിലൊക്കെ ഒന്ന് ഇരുന്ന് നീച്ച് നടക്കുമ്പോൾ രാവിലെ നിൽക്കുന്ന അത്ര വേദന അല്ല, എന്നാൽ ഈ സമയം വേദന വരുന്നത്. അപ്പോൾ ഈ വേദന, ഈ ചുരുണ്ടത് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തുണ്ടാവുന്ന നീർക്കെട്ട്, അത് നീർക്കെട്ട് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ ചുരുണ്ട് അവിടെ നീര് കെട്ടി അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് പ്ലാന്റാർ ഫേഷ്യായിറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് കൂടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം.
രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൻസ് പോലെ ചെയ്യുന്ന കുറേ നേരം കാലിന് എഫേർട്ട് എടുക്കുന്ന തരത്തിലുള്ള പണികൾ ചെയ്യുന്നവർക്ക് തൈറോയിഡ്, പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലരത് ഫ്ലാറ്റ് ഫൂട്ട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. കുട്ടികളതൊക്കെ നമ്മളെ കാലിൻ്റെ അടി കണ്ടിട്ടുണ്ടോ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചെരുപ്പ് ഇടുകയാണെങ്കിൽ ഫുള്ള് ഭാഗം ചെരുപ്പുമ്പോൾ തട്ടൂല, കാലിൻ്റെ ഉൾഭാഗം കുറേ ചളിയാവുമ്പോഴൊക്കെ നോക്കൊണ്ടു നടക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ചളിയാവില്ല. അതെന്തുകൊണ്ടാണ്? ചില ഭാഗത്ത് ഉള്ളിൽ ഇങ്ങനെ പൊന്തിയ ഉണ്ടാവുക. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ പ്രഷർ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ള ഒരു പ്രത്യേക ആകൃതിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. അപ്പോൾ ഇതേ സംഗതി നിങ്ങൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇല്ലാത്ത ചില ആളുകൾ ഉണ്ടാവും, ഫ്ലാറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകളിൽ ഈ വെയിറ്റ് കൂടുതലായിട്ട് ഉപ്പൂറ്റിയിലേക്ക് വരും. അങ്ങനെയുള്ള കേസിലും ഇത് സംഭവിക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുക്കുന്ന ആളുകളിൽ, കൂടുതലായിട്ട് വെയിറ്റ് ഉള്ള ആളുകളിൽ, പിന്നെ ഒരു പൊസിഷൻ തെറ്റിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ചിലർക്ക് ഒരു കാലിന് സുഖം ഉണ്ടാവില്ല, അപ്പോൾ മറ്റേ കാലം എങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കും. ചിലരെന്താവും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നടത്തവും ജീവിതശൈലിയൊക്കെ അങ്ങനെ ആയിരിക്കും, ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടായിരിക്കും. ചിലരെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് നടക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി രണ്ടാമത് ഇതിനാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അല്ലെങ്കിൽ പാടമുടൽ, പാടക്ക് നീർക്കെട്ടൽ, കാലിലെ എന്താ പറയുക ഫേഷ്യയിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ള രോഗം എന്ന് പറയുന്ന പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ല് വളർച്ചയാണ് ഡോക്ടർ പറഞ്ഞു എന്നുള്ളത്. ഇത് മുടി വളരുന്ന പോലെ എല്ലിങ്ങനെ നീണ്ടു വന്ന് പാതാളത്തേക്ക് നിലത്ത് ഇങ്ങനെ ഓട്ട കുത്തിക്കുന്ന സാധനമൊന്നുമല്ല. അത് രോഗികൾ പറയുമ്പോൾ ഡോക്ടറെ എല്ല് വളർന്നിക്കണോ, നാളത്തിലേറെ വളർന്നിട്ടുണ്ടോ, വളർന്നത് ചുരുങ്ങിക്കണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം കേട്ടോ. എല്ലിങ്ങനെ നീണ്ട് പല്ല് വളർന്ന പോലെ, ആനൻ്റെ കൊമ്പ് വളർന്ന പോലെ താഴേക്ക് വളരുമൊന്നുമില്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫേഷ്യ ഉണ്ടല്ലോ, ഇത് കൂടുതലായിട്ട് വലിഞ്ഞു വന്ന് ഇത് ബാക്കിൽ നമ്മളുടെ ഉപ്പൂറ്റിമയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള തേയ്മാനം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലിങ്ങനെ ഒരു മുള്ളു പോലെ നീണ്ടു നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗം നമ്മളെ ബാക്കി സ്ഥലങ്ങളിൽ തട്ടുമ്പോൾ നല്ല വേദന ഉണ്ടാവും, നടക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും. ഇതിനാണ് നമ്മളുടെ എല്ല് വളർച്ച എന്ന് പറയുന്നത്. ഇത് കാരണം വരാറുണ്ട്. പിന്നെ കൂടുതൽ ആളുകളിൽ വരുന്ന എന്തെങ്കിലും ഇഞ്ചുറീസ്, കാലും എന്തെങ്കിലും തട്ടുക, കാലും എന്തെങ്കിലും പടം മറിയുക, അതല്ലെങ്കിൽ കാലും എന്തെങ്കിലും ഇട്ട് കുത്തുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വരും. അതല്ലെങ്കിൽ കാലിലേക്ക് എന്തെങ്കിലും വീഴുക. പക്ഷെ അതെന്തുണ്ടാവില്ല, രാവിലെ മാത്രമല്ല എല്ലാ സമയവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് മാത്രമല്ല ഇത് കുറച്ച് ദിവസം, ഇപ്പം ഇന്നലെയാണ് വീണത്, ഒരു 4-5 ദിവസം ഉണ്ടാവും. ആദ്യത്തെ 3-4 ദിവസം നല്ല വേദന ആയിരിക്കും, പിന്നെ വേദന കുറയും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ മാറി അതിൽ നിന്ന് ഇങ്ങനെ ഡ്യൂറേഷൻ കൂടി വരുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇതേ രൂപത്തിൽ നമുക്ക് അസസ് ചെയ്യാം. ഇനി തിരിച്ച് ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് എന്താ പറഞ്ഞാൽ നമ്മളുടെ കാൽമത്തെ മസിലുണ്ട്, കാലിലെ നമ്മളെ ബാക്കിലെ മസിലുണ്ട്, മുട്ടിൻ്റെ താഴെ ബാക്ക് സൈഡിലായിട്ടുള്ള മസിലുകൾ നമ്മളുടെ കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ടെൻഡൻ വഴിയാണ്. നിങ്ങൾ നോക്കി അറിയാം, നമ്മൾ വള്ളിച്ചെരുപ്പൊക്കെ ഇടുമ്പോൾ ആ വള്ളി ഇടുന്ന ബാക്ക് സൈഡിലായിട്ട് ഒരു നീണ്ടിട്ടുള്ളൊരു സാധനം ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ, അത് നമ്മളുടെ കാലിൻ്റെ മസിലിൻ്റെ അവസാന ഭാഗം ഈ ഉപ്പൂറ്റിയിലേക്ക് കണക്ട് ചെയ്തതാണ്. ടെൻഡൻ എന്നാണുള്ളത് പറയാം. ആ ടെൻഡന് വരുന്ന ഇൻഫ്ലമേഷൻ കാരണവും നിങ്ങൾക്ക് മുട്ടുവേദന വരും. ഇതും കൂടുതലായിട്ട് അമിതമായിട്ട് വെയിറ്റ് ഉള്ളവർ, കൂടുതലായിട്ട് നടത്തുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളിലാണ് വരിക. അപ്പോൾ ഇത് വന്നാൽ തന്നെ ഇഞ്ചക്ഷൻ അടിക്കണോ ഡോക്ടറെ, അവിടേക്കൊരു ഇഞ്ചക്ഷൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ ആ എല്ലെടുത്ത് കളയാനൊരു ചെറിയ സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് പേടിക്കണമല്ലുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് ഇഞ്ചക്ഷനും പേടിയും സർജറിയും ഒന്നും വേണ്ട, അതില്ലാത്ത തന്നെ മാറ്റിയെടുക്കുക. അങ്ങനെ പേടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഫിസിയോതെറാപ്പിയും എക്സർസൈസും മരുന്നുകളും ഭക്ഷണവും വ്യായാമം ഒക്കെ ചെയ്താൽ മാറുന്നതേ ഉള്ളൂ. ഞാനിതെന്താ ചെയ്യണം, ആദ്യം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ അവരോട് പറയുന്നത് ശരീരത്തിൻ്റെ ശരിയായ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് റിലാക്സ് ചെയ്യാനും അവിടെയുള്ള മസിലുകളുടെ വേദന കുറയാനും വേദന സംഹാരി അല്ലാത്ത ശരിയായ രൂപത്തിൽ അതിൻ്റെ ഫ്ലക്ഷനും എക്സ്റ്റൻഷനും ഒക്കെ ശരിയാക്കാനുള്ള മരുന്നുകൾ കൊടുത്താൽ ഈസി ആയിട്ട് അത് മാറ്റാം, ഒരു വേദന സംഹാരി ഇല്ലാതെ. ഞാൻ അതിന് ചെയ്യൽ എന്താ പറഞ്ഞാൽ ആദ്യം ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും നമ്മളെ ChatGPT പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തും. എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് കൊടുത്തിട്ടാണ് മാറ്റിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് പെയിൻ കില്ലറൊന്നും ഇല്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ സ്ഥിരമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ ആദ്യം മരുന്ന് കുടിക്കല്ല വേണ്ടത്, ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, എന്നിട്ട് ശരിയാവണമില്ലെങ്കിൽ നോക്കാം. അതിലൊന്നാമത്തത്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് സാധനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക, ഉണ്ടെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ നടത്തുക. രണ്ടാമത്തത് ഭാരം കുറയ്ക്കുക. ഭാരം കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവിടേക്കുള്ള എഫേർട്ടും സ്ട്രെസ്സും സംഗതികളൊക്കെ കുറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഭാരം നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. ഭാരം കുറയ്ക്കാൻ എന്തൊക്കെയാണ് നമുക്കറിയാം, അരിഭക്ഷണം കുറയ്ക്കുക, പഞ്ചസാര കുറയ്ക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ലഹരികൾ ഒഴിവാക്കുക, വ്യായാമം ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഫോണും നോക്കിയിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക,
കൃത്രിമ ഭക്ഷണങ്ങളും മധുരങ്ങളൊക്കെ ഒഴിവാക്കുക. സ്ഥിരം പറയുന്നത് തന്നെ. അങ്ങനെ ഒഴിവാക്കിയ ഭാരം ശരിയായി കിട്ടും. പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭാരം നിയന്ത്രിച്ച് കിട്ടും. ഇനി വേറൊന്ന്, ചെരുപ്പിൽ നല്ല കുഷ്യൻ ഉപയോഗിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കുക. നല്ല ഹാർഡായിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും അവിടേക്ക് കൂടുതൽ ഫോഴ്സ് വന്ന് ബലം വന്ന് അതിൻ്റെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ചെരുപ്പ് സോള് തേഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കുക. സ്മൂത്തായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഏതാണ് കമ്പനി എന്നുള്ളതൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇടയിലൊന്ന് മാറ്റി അത് ചെയ്തതാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ സോളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ചെറിയ രൂപത്തിലുള്ള ഒരു പാഡ് ഫിറ്റ് ചെയ്യുന്ന സംഗതി ഉണ്ട്, അത് വേണമെങ്കിൽ അത് ചെയ്യാം. അത്തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഷൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, വെയിറ്റ് കുറക്കാം. പിന്നെ വേറൊന്ന് ചെയ്യാനുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനുള്ളൊരു പണി പറഞ്ഞുതരാം. ഒരു വാട്ടർ ബാഗ് അതല്ലെങ്കിൽ ഐസ് ബാഗ് എടുക്കുക. ഐസ് ബാഗ് എന്നാണ് അതിന് പറയുക. ഐസ് ഇട്ട് തണുപ്പ് പിടിപ്പിക്കാനുള്ള സാധനം. ഇനി അതൊന്നുമില്ല, ഐസ് ബാഗ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു സാധാ കുപ്പി എടുക്കുക. കുപ്പിയിൽ വെള്ളം വെച്ച് ഐസാക്കുക. എന്നിട്ട് ആ ഐസ് കാലിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടുക. അതിമേ കയറി നിന്നിട്ട് രണ്ടും പാടാക്കി പൊട്ടി വീഴേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അതിമേ നോക്കിയിട്ട് ഇങ്ങനെ ഉരുട്ട് കഴിഞ്ഞാൽ ആ തണുപ്പ് കിട്ടി അതിന് റിലാക്സ്ഡ് ആയിട്ട് കുറേ പ്രശ്നങ്ങൾ അതിൽ കുറയും. അതല്ലെങ്കിൽ ചെയ്യേണ്ടത് 3 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കാലിട്ട് വെക്കുക, എന്നിട്ട് 1 മിനിറ്റ് പച്ചവെള്ളത്തിലിട്ട് വെക്കുക. വീണ്ടും 3 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കാലിട്ട് വെക്കുക, 1 മിനിറ്റ് പച്ചവെള്ളത്തിലിടുക. അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ചെറിയ മെത്തേഡ്. വേറൊന്നുമല്ല, നിങ്ങളെ സ്റ്റെപ്പില്ലേ അതിമേ പിടിച്ച് നിൽക്കുക, എന്നിട്ട് കാലിൻ്റെ വിരൽ കൊണ്ട് അവിടേക്ക് നിവരുക. അതുപോലെ തന്നെ മുൻഭാഗം കൊണ്ട് നിവരുക. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് ഉപ്പൂറ്റിയിൽ നിന്നിട്ട് മേലേക്ക് പൊന്തുക, താഴേക്കാക്കുക. ഇങ്ങനെ ആ ഭാഗത്തെ മസിലുകളൊക്കെ ഇറക്കുന്ന രൂപത്തിൽ ദിവസവും ഒരു 15 പ്രാവശ്യം രാവിലെയും 15 പ്രാവശ്യം വൈകുന്നേരം ചെയ്യുക. അപ്പോൾ ആ മസിലുകൾക്ക് നല്ല വ്യായാമം കിട്ടും. ശരിയായ അർത്ഥത്തിൽ എല്ലാ ഭാഗത്തേക്കും പോയി നീര് കിട്ടിയതൊക്കെ ഇല്ലാതെയാകാൻ വളരെയേറെ സഹായകമാണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്യാവുന്ന, രാവിലെ എണീക്കുമ്പോൾ ഈ വേദന ഉള്ളവർക്ക് ചെയ്യാവുന്ന, ഒറ്റയടിക്ക് രാവിലെ നീക്കുന്നതിന് പകരം കാലിൻ്റെ വിരലുകളൊന്ന് പൊന്തിക്കുക, താഴ്ത്തുക, പൊന്തിക്കുക, താഴ്ത്തുക, പൊന്തിക്കുക, താഴ്ത്തുക. ഇങ്ങനെ ഒരു 15 പ്രാവശ്യം ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് നിൽക്കുക. അതേപോലെ തന്നെ വിരലുകൾ മാത്രമല്ല, സന്ധികളുണ്ടല്ലോ കാലിലെ, ഉപ്പൂറ്റിൻ്റെ അവിടെയുള്ള കാൽപാദം മേലേക്ക് പൊന്തിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ചേക്കുക, താഴ്ത്തുക, പിടിച്ചിക്കുക, മേലേക്ക് പൊന്തിക്കുക, താഴ്ത്തുക. ഇനി മൂന്നാമത് ചെയ്യാനുള്ള ഇതേ സംഗതി തന്നെ കട്ടിലിന് ബലം പ്രയോഗിച്ചിട്ട്. ഇപ്പം നേരത്തെ ഞാൻ ഒറ്റയ്ക്ക് കാല് പൊന്തിക്കുക ചെയ്യുന്നത്. ഇനി വേറൊന്ന്, കട്ടിലിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഫോഴ്സ് ഇവിടെ കൊടുത്ത് ഈ പറഞ്ഞിട്ടുള്ള ചുരുങ്ങലും നിവരലും ഒക്കെ നാച്ചുറലായിട്ട് അവിടെ നടന്നോളും, അവിടെയുള്ള നീരുകളൊക്കെ പോയിക്കോളും. പിന്നെ വേറെ ഒന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒന്നും ഇല്ല, ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തും കൂടെ ചെയ്യുക. ഒരു സൈഡിലേക്ക് കൂടുതലായിട്ട് ബലം കൊടുത്ത് നടക്കുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. നമ്മളുടെ ചെരുപ്പിൽ സാധാരണ എല്ലാം ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിക്കരുത്, മേക്കപ്പ് ഇടരുത്, ഹീലുള്ള ഇടരുത് എന്നൊക്കെയാണ് കേട്ടോ പറയാം. പക്ഷേ ഇതിന് ഹീലുള്ള ചെരുപ്പ് നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം ഫാഷനബിളായിട്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓൾക്ക് എപ്പോഴും ഇന്ന കുറ്റം പറയലാണ് അവർ, ഇയാളിത് എന്ത് പഴഞ്ചനാണ് എന്നുള്ളത്. ഹീലുള്ള ചെരുപ്പ് ഈ കണ്ടീഷന് നല്ലതാണ്. എവിടെയും തട്ടി മറിഞ്ഞ് വീണിട്ട് ഇന്ന കുറ്റം പറയരുത്. സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് എടുക്കുന്ന ആളുകളാണെങ്കിൽ കുറേ നേരം ഒന്നിച്ച് പണിയെടുക്കുന്നതിന് പകരം ഗ്യാപ്പിട്ടിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചെയ്യാവുന്ന ഒന്നുണ്ട്, കുറച്ച് നേരം ചുടുവെള്ളത്തിൽ കാലിട്ട് വെക്കുക, പിന്നെ നേരെ എടുത്തിട്ട് ഐസ് വെള്ളത്തിലിടുക, വീണ്ടും ചുടുവെള്ളത്തിൽ ഇടുക, വീണ്ടും ഐസ് വെള്ളത്തിലിടുക. ഈ രൂപത്തിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി ഒന്നുമില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. കാലൊന്ന് മെല്ലെ പൊന്തിക്കുക, ലൂസാക്കുക, പൊന്തിക്കുക, ലൂസാക്കുക. പലപ്പോഴും നമ്മൾ ഈ ചെരുപ്പിടുമ്പോൾ അത് കിട്ടും. ഷൂ ഇടുമ്പോൾ പ്രത്യേകിച്ച് ടൈറ്റായിട്ടുള്ള ഷൂകളാണെങ്കിൽ ഇത് നടക്കില്ല. അങ്ങനെ ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ടൈറ്റുള്ള ഷൂ ഒഴിവാക്കി കാലുകൾക്ക് അത്യാവശ്യം ഇളക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി സ്മൂത്തായിട്ടുള്ളത് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഈ പ്രശ്നം ഒരു ഓപ്പറേഷനും ഇഞ്ചക്ഷനും ഇല്ലാതെ മാറ്റാൻ കഴിയും. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ ബന്ധപ്പെടുക. കഴിയണത്ര ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. ഞാനും എൻ്റെ കൂടെയുള്ള ഡോക്ടറുമായിരിക്കും മറുപടി തരിക. നിങ്ങളോട് സംവദിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ്. എന്നിട്ടും മാറ്റല്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി എൻ്റെ അടുത്തേക്ക് വരണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ വീട്ടിലിരുന്ന് രോഗം മാറ്റുക എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ചെയ്ത് നിരാശപ്പെട്ട് എനിക്കൊന്നും കഴിയില്ല എന്നൊക്കെ കരുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ എടുക്കാം. അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാം. ഫോണിലൂടെ പരിശോധിച്ച് ആവശ്യമുള്ളവർക്ക് മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ചികിത്സ ചെയ്യല്ല വേണ്ടത്, അതിന് പകരം ഈ കാര്യങ്ങൾ ചെയ്യൂ. എന്നിട്ട് കുറവില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.